രാം നാരായൺ രാം. ഭൂമിയിൽ ബോധം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉള്ളത്. സൂര്യൻ അതിൻ്റെ സാക്ഷിയാണ്. അവൻ കൂടുതൽ മനസ്സിലാക്കുന്നു. വിവൃതത്തായ ആകൃതിയിലും ജ്ഞാനം ഉണ്ട്. അവൻ്റെ വിവൃതത്തായവും അതേത്തോടെ ഞങ്ങളും മുന്നോട്ട് പോവും. ഞങ്ങൾ സൂര്യൻ്റെ ധ്യാനം ചെയ്യും തന്നെയാണ് നമ്മുടെ മന്ത്രം. എല്ലാം മഹാകാശത്തിൽ സഞ്ചരിക്കുകയാണ്. എല്ലാം ശൂന്യത്തിൻ്റെ ധ്യാനത്തിലാണ്. ഏതെങ്കിലും വസ്തു എവിടെയോ ഉള്ളപ്പോൾ ആ വസ്തുവിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നതിനാൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ശൂന്യത്തിൽ ഉണ്ടാകുമ്പോഴും ശൂന്യത്തെ നിറയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ ശൂന്യം നമുക്ക് നിറയ്ക്കുന്ന ദിവസം എല്ലാ ശിക്ഷയും അവസാനിക്കും. പൂർണ്ണമായ വേഗതയുടെ, പൂർണ്ണമായ വാക്കിൻ്റെ ഒരേയൊരു ഞാൻ ശബ്ദമായി മാത്രം നിലനിൽക്കും. ഈ ശബ്ദം നിന്റെ ഹൃദയത്തിൽ നൽകിയതാണ്. ദിനരാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ശബ്ദത്തോട് ചേർന്നിരിക്കുക എന്നതാണ് നിയമം. ഈ ശബ്ദം ദിനരാത്രം താ ചിൻ ധിൻ എന്ന പോലെ ആവർത്തിക്കണം. ഓഫീസിൽ ജോലി ചെയ്യൂ, കുടുംബ ചുമതലകളും നിർവഹിക്കൂ. ഞങ്ങൾ എല്ലാവരും ഈ വിവരത്തായ ലോകത്തിൽ സന്യാസികളായി മാറിയിരിക്കുന്നു. ശിവനും രാമനും എല്ലാവരും സാധാരണ വീടുകളിൽ പിറന്നവരാണ്. മഹാദേവൻ ജപം നടത്തുമ്പോൾ ഒരുവിധം ധ്യാനത്തിൽ മുങ്ങിപ്പോകും. മറ്റേതെങ്കിലും വസ്തുവിനെക്കുറിച്ച് ആലോചിക്കില്ലെന്ന് ചിന്തിച്ചു. എന്നാൽ യാഥാർത്ഥ്യത്തിൻ്റെ കടുത്ത തൊടലുകളും പരിക്കുമൂലം അവസ്ഥ വിഷമത്താൽ നിറയും. അതുപോലെ ഇരുന്ന് ഒരു ദിവസം മഹാദേവന്റെ മൂലാധാരവും സഹസ്രാറും ഒരുമയായി. അതിനുശേഷം മറ്റേതൊരു ചിന്തയും ഉണ്ടായില്ല. സഹസ്രാറിൻ്റെ സഹസ്രമുഖിയായ ധാരയിൽ നിന്നും അത്രയും പുറപ്പെട്ടു പോലെ ആരോ അനാർ ചൂടാക്കിയതുപോലെ. ഈ കാര്യങ്ങൾ മഹാദേവൻ സ്വയം എഴുതിയതാണ്.